സിനിമയുടെ റിലീസിന് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് വിജയ് മുൻകൂട്ടി കണ്ടിരുന്നുവെന്ന് വിജയുടെ അച്ഛനും സംവിധായകനുമായ എസ്.എ. ചന്ദ്രശേഖർ. യാതൊരു തടസ്സവുമില്ലാതെ ചിത്രം പുറത്തിറങ്ങിയിരുന്നെങ്കിൽ തങ്ങൾ അത്ഭുതപ്പെട്ടേനെയെന്നും ചന്ദ്രശേഖർ പ്രതികരിച്ചു. അപ്രതീക്ഷിത തിരിച്ചടികളാണ് വിജയ് ചിത്രം ജനനായകന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദളപതി വിജയുടെ 53 വർഷം നീണ്ട ഐതിഹാസിക സിനിമാ ജീവിതത്തിന് വിരാമമിടുന്ന അവസാന ചിത്രമെന്ന നിലയിൽ ആഗോളതലത്തിൽ വലിയ പ്രതീക്ഷയാണ് ജനനായകനിലുണ്ടായിരുന്നത്. സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ സാധിക്കാത്തതും സിനിമയുടെ സുപ്രധാന ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിച്ചതുമടക്കം വലിയ വിവാദങ്ങളാണ് സിനിമയുടെ മേലുണ്ടായത്. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസിന് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് വിജയ് മുൻകൂട്ടി കണ്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് വിജയുടെ അച്ഛനും സംവിധായകനുമായ എസ്.എ. ചന്ദ്രശേഖർ. ഇക്കാര്യം വിജയ് മലേഷ്യയിൽ നടന്ന ഓഡിയോ ലോഞ്ചിനിടെ നിർമ്മാതാവിനോട് പറഞ്ഞിരുന്നതായും എസ്.എ. ചന്ദ്രശേഖർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഒരു സിനിമ ചെയ്യുന്നതിനാൽ ചിത്രത്തിന് നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളെക്കുറിച്ച് താങ്കൾക്ക് ബോധമുണ്ടാകുമെന്ന് കരുതുന്നുവെന്നും താങ്കൾക്കതിൽ കുഴപ്പമില്ല എന്ന് വിജയ് ജനനായകന്റെ നിർമ്മാതാവിനോട് ചോദിച്ചുവെന്നുമാണ് എസ്.എ. ചന്ദ്രശേഖർ പറഞ്ഞത്. തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് വിജയ് അങ്ങനെ പറഞ്ഞതെന്നും ഇത് പ്രതീക്ഷിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. യാതൊരു തടസ്സവുമില്ലാതെ ചിത്രം പുറത്തിറങ്ങിയിരുന്നെങ്കിൽ തങ്ങൾ അത്ഭുതപ്പെട്ടേനെയെന്നും ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. നേരത്തെ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സിനിമയുടെ റിലീസ് നടക്കാതിരുന്നത്. ഇതിനിടെ സിനിമ ചോർന്നതും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. 3 മണിക്കൂർ നീളമുള്ള സിനിമയുടെ പതിപ്പ് പല ഭാഗങ്ങളായി കട്ട് ചെയ്താണ് ഇന്റർനെറ്റിലൂടെ പ്രചരിക്കുന്നത്. സിനിമയുടെ ഇൻട്രോയും ക്ലൈമാക്സും അടക്കമുള്ള രംഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. സിനിമയുടെ ഈ ലീക്ക് സിനിമാ മേഖലയെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. വിജയുടെ വെറുമൊരു ചിത്രം മാത്രമല്ല ജനനായകൻ. രാഷ്ട്രീയ പ്രവേശത്തിലേക്ക് കടക്കുന്ന നടന്റെ അവസാന ചിത്രമാണ്. എച്ച്. വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ ആദ്യ ദിനം വലിയ കളക്ഷൻ നേടുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. തെലുങ്കിൽ ബാലയ്യ നായകനായ ഭഗവൻ കേസരി എന്ന ചിത്രത്തിന്റെ റീമേക്കാണ് ജനനായകനെന്ന് അഭ്യൂഹങ്ങളുണ്ട്. ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമിത ബൈജു തുടങ്ങി വമ്പൻ താരനിരയാണ് ജനനായകനിൽ അണിനിരക്കുന്നത്. കെവിൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കട്ട് നാരായണ നിർമ്മിക്കുന്ന ചിത്രത്തിന് ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് എൻ.കെയുമാണ് സഹനിർമ്മാണം. സിനിമ ജനുവരി 9 പൊങ്കൽ റിലീസായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാൻ ബോർഡ് വിസമ്മതിക്കുകയും തുടർന്ന് സിനിമയുടെ റിലീസ് അനിശ്ചിതത്തിലാവുകയും ചെയ്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.